നമുക്ക് എന്തായാലും കെ പി സി സി ആസ്ഥാനത്തേക്ക് ഒന്ന് പോകാം. അവിടെ കുറെ കാലത്ത് 10 വർഷത്തിന് ശേഷം നമ്പർ 1 സ്റ്റേറ്റ് കാർ വരുമോ എന്നുള്ള വലിയ രാഷ്ട്രീയ കൗതുകമുണ്ട്. എന്തായാലും അവിടെ പന്തൽ ഒരുങ്ങിയിട്ടുണ്ട്, പായസ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ, അങ്ങനെ പടക്കം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഘോഷങ്ങൾക്ക് കെ പി സി സി ആസ്ഥാനം തയ്യാറാണ്. ആ ആഘോഷങ്ങൾ എപ്പോൾ തുടങ്ങും എന്നുള്ളത് മാത്രമേ അവർക്കിനി അറിയേണ്ടതുള്ളൂ. പെട്ടി പൊട്ടിക്കാൻ കാത്തിരിക്കുകയാണ്, അങ്ങ് പടക്കം പൊട്ടിക്കാൻ. അവിടെ നിന്ന് അരുൺ ഗോപിയാണ് നമുക്കിപ്പം ചേരുന്നത്. അരുൺ, കെ പി സി സി ആസ്ഥാനത്ത് ഇപ്പോഴത്തെ രാവിലത്തെ ഒരു മൂഡ് എങ്ങനെയാണ്? ഭരണം വരുമോ? ഇപ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ AKG ഭവൻ, അവിടെ AK സെന്ററിലെ AKG ഭവനാണ്. AKG ഭവനിലെ മുന്നിലെ പുല്ലെല്ലാം വൃത്തിയാക്കി, കുറച്ച് സ്ഥലമേ ഉള്ളൂ, വൃത്തിയാക്കി ഷാമിയാന പന്തലൊക്കെ ഇട്ടത്. മൂന്നാം മുന്നണി വരുന്നു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ തുടരുന്നത്. അവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ്? നിരാശ വരുമോ? അതോ എങ്ങനെയാണ്? പ്രതീക്ഷയാണോ? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KPCC ആസ്ഥാനത്താണ്. രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ ഇന്ന് ഉറ്റുനോക്കുന്നത് ഇവിടേക്കായിരിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ആത്മവിശ്വാസമാണ് UDF നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും പ്രകടിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാം, പ്രവർത്തകർക്കും നേതാക്കൾക്കും തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വീക്ഷിക്കുന്നതിനായി വലിയ തോതിലുള്ളൊരു LED വാളുകൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഇവിടെ. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വിതരണം ചെയ്യാനായി മധുര പലഹാരങ്ങളും പായസങ്ങളും മറ്റുമെല്ലാം ഇന്നലെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ആത്മവിശ്വാസമാണ്. മാത്രമല്ല, സംസ്ഥാനത്തെയും ദേശീയ നേതാക്കളടക്കമുള്ള ഒരു വലിയ നിര തന്നെ ഇങ്ങോട്ടെത്തും. ഏകദേശം അധികാരം പിടിക്കുന്ന മുറയ്ക്ക് തന്നെ വലിയ ആഘോഷങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം അല്പസമയത്തിനകം വോട്ടെണ്ണൽ വീക്ഷിക്കുന്നതിനായി ഇങ്ങോട്ടെത്തും. ഏതായാലും വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ്. കാരണം അധികാരത്തിൽ നിന്നും 10 വർഷമായി മാറി നിൽക്കുന്ന ഒരു മുന്നണിയും അതിലെ ഒരു കക്ഷിയുമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം പിടിച്ചാൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ഇക്കുറി അധികാരത്തിലെത്തുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അത് കാത്തിരിക്കാനുള്ള ഏതാനും മണിക്കൂറുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഏതായാലും വലിയ തോതിലുള്ള പ്രവർത്തകരെല്ലാം ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. രതീഷ്, അരുൺ ഗോപിയാണ് വിവരങ്ങൾ നൽകിയത്.